പറഞ്ഞാൽ എഴുതുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളെപ്പോഴും പറയും നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ല നമ്മൾ പഠിക്കുന്നത്, പഠിപ്പിക്കുമ്പോഴാണ് പഠിക്കുന്നത്. എഴുതാനുള്ളത് പോയിന്റുകൾ എഴുതിയെടുക്കുക, എഴുതുമ്പം മാത്രമാണ് മനസ്സിൽ നമ്മൾ കുറച്ചുകൂടെ കയറുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഉറക്കെ വായിക്കട എന്ന് പറയും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇന്നത്തെ കാരണവന്മാർ ഇന്ന് വീട്ടിലാർക്കും ഇതിനൊന്നും പറഞ്ഞു കൊടുക്കാൻ നേരമില്ല. പണ്ടത്തെ കാരണവന്മാർ ഉറക്കെ വായിക്കട എന്ന് പറഞ്ഞാൽ എന്ത് ബഹളമാണ്. ഉറക്കെ വായിക്കുന്നത് എന്തിനാണ്? മനസ്സിൽ തറയുന്നത് വായിക്കുന്നതും കേൾക്കുമ്പം തറയാൻ വേണ്ടി ഉറക്കെ വായിക്കാൻ പറയുന്നത് എന്ന് പറയുന്നതിലാണ്. എഴുതുമ്പോൾ ചുമ്മാ എഴുതാൻ പറ്റില്ല, എഴുതുമ്പോൾ മൈൻഡ് അപ്ലൈ ചെയ്യണം. മൈൻഡ് അപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ പഠിക്കുക. അതാണ് എഴുതി പഠിക്കുന്നതിൻ്റെ കാര്യം. ഇതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളാണ്. എഴുതി പഠിക്കുന്നതിൻ്റെ കാര്യം എഴുതുമ്പോൾ നമ്മുടെ മൈൻഡ് അപ്ലൈ ചെയ്യണം. ഒരു പുസ്തകം ഒരാൾ എഴുതണം എന്തുമാത്രം മൈൻഡ് അപ്ലൈ ചെയ്താലാണ്. ഇപ്പോൾ ഇവന്നെ ഒരു പ്രസൻറ്റേഷൻ എടുക്കുക, എത്ര സമയം മൈൻഡ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര സമയം മൈൻഡ് അതിനകത്ത് കൊടുക്കണം. എന്താണ് പറയേണ്ടത്, ഇവിടെ ആരാ വരുന്നത്, അവർക്ക് തിരിച്ച് വൈകുന്നേരം പോകുമ്പോഴത്തേന് അവർ ഒരു ദിവസം ചിലവാക്കിയതിന് അവർ വർത്തായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ടോപ്പിക് എന്താണ് വേണ്ടത്, അതിന് നമ്മുടെ മൈൻഡ് ഷെയറാണ്. അപ്പോൾ എഴുതുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളെപ്പോഴും പറയും നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ല നമ്മൾ പഠിക്കുന്നത്, പഠിപ്പിക്കുമ്പോഴാണ് പഠിക്കുന്നത്. എഴുതാനുള്ളത് പോയിന്റുകൾ എഴുതിയെടുക്കുക, എഴുതുമ്പം മാത്രമാണ് മനസ്സിൽ നമ്മൾ കുറച്ചുകൂടെ കയറുന്നത്.